എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായിട്ടുള്ള അപേക്ഷകൾ നാളെ അവസാനിക്കുന്നതാണ്. അതായത് ജൂൺ 30 വൈകുന്നേരം 5 മണി വരെയാണ് വിദ്യാർത്ഥികൾക്ക് ഹയർ സെക്കൻഡറി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായിട്ടുള്ള അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക. ഇതുവരെ അലോട്ട്മെൻറ്റിന് അപേക്ഷിക്കാൻ സാധിക്കാതിരുന്ന വിദ്യാർത്ഥികൾ, അതുപോലെ ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ, അതുപോലെ ഇതുവരെ അപേക്ഷിച്ചിട്ടും അപേക്ഷയിലെ തെറ്റ് കാരണം അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടും അഡ്മിഷൻ ലഭിക്കാതിരുന്ന വിദ്യാർത്ഥികൾ എന്നിങ്ങനെ വിവിധ വിഭാഗം വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഹയർ സെക്കൻഡറിയുടെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. ഹയർ സെക്കൻഡറിയിൽ തന്നെ നിങ്ങൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ എസ്ഡബ്ല്യുഎസ് മുഖേന മെറിറ്റ് സീറ്റിലേക്കും കാൻഡിഡേറ്റ് ലോഗിൻ MRS മുഖേന ഈ ഒരു മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിലേക്കുമുള്ള അപേക്ഷ സമർപ്പിക്കാം. ഒരു വിദ്യാർത്ഥിക്ക് തന്നെ 2 വിഭാഗങ്ങളിലേക്കും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ആവശ്യമുള്ള വിദ്യാർത്ഥികൾക്ക് ഒന്നിലധികം ജില്ലകളിലേക്ക് വേണമെങ്കിലും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഇനി എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് എന്ന് നോക്കാം. ഇതുവരെ അലോട്ട്മെൻറ്റിന് അപേക്ഷിച്ച് അലോട്ട്മെൻറ്റ് കിട്ടാതിരുന്ന വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ ഇതുവരെ അപേക്ഷിക്കുകയും എന്നാൽ അപേക്ഷയിലെ തെറ്റ് കാരണം അത് താലൂക്ക് അല്ലെങ്കിൽ ഈ ഒരു കാറ്റഗറി, അതുപോലെ കാസ്റ്റ്, ഇതുപോലെ എന്തെങ്കിലും അപേക്ഷയിലെ എന്തെങ്കിലും വിവരങ്ങൾ തെറ്റിയിട്ടുണ്ടെങ്കിൽ EWS എന്നിങ്ങനെ ഏതെങ്കിലും വിവരങ്ങൾ തെറ്റിയത് കാരണം അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടും അഡ്മിഷൻ ലഭിക്കാതിരുന്ന വിദ്യാർത്ഥികൾ എന്നിവർ ചെയ്യേണ്ടത് കാൻഡിഡേറ്റ് ലോഗിൻ എസ്ഡബ്ല്യുഎസ് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ ആ ഒരു യൂസർ നെയിമായിട്ടുള്ള ആപ്ലിക്കേഷൻ നമ്പർ, അതുപോലെ തന്നെ നിങ്ങളുടെ പാസ്വേഡ്, അതുപോലെ തന്നെ നിങ്ങളുടെ ജില്ല, നിങ്ങളുടെ ജില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ഏത് ജില്ലയിലേക്കാണോ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്, അതായത് നിങ്ങൾ ആദ്യം അപേക്ഷ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ജില്ലയും ഉണ്ടാവും. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ കൃത്യമായിട്ട് കൊടുക്കുക. ലോഗിൻ ചെയ്യുക. ലോഗിൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അടുത്ത പേജിൽ സെൻഡ് OTP ഓപ്ഷൻ കാണുന്നതാണ്. അപ്പോൾ ആ ഒരു സെൻഡ് OTP ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഫോണിലേക്ക് വരുന്ന OTP സബ്മിറ്റ് ചെയ്യുക. അതിനുശേഷം പിന്നീട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ പേജിലേക്ക് പോകുന്നതാണ്. അവിടെ നിങ്ങൾക്ക് റിന്യൂ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞുള്ള ലിങ്ക് കാണാൻ പറ്റും. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളുടെ എല്ലാവിധ ആപ്ലിക്കേഷനിലെ ഡീറ്റെയിൽസും കാണാം. അപ്പോൾ അതിൽ നിങ്ങളുടെ കാസ്റ്റ്, കാറ്റഗറി, റിലീജിയൻ, അതുപോലെ പഞ്ചായത്ത്, താലൂക്ക്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, അതുപോലെ EWS സർട്ടിഫിക്കറ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ കൃത്യമായിട്ടല്ലേ കൊടുത്തുള്ളതെന്ന് ചെക്ക് ചെയ്യുക. എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ അതൊക്കെ തിരുത്തുക. അതുപോലെ നിങ്ങളുടെ പേര്, അതുപോലെ തന്നെ ഉള്ള ഡീറ്റെയിൽസും അതുപോലെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തുക. ഇതൊക്കെ കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾ സേവ് ചെയ്യുക. സേവ് ചെയ്ത് അത് സബ്മിറ്റ് ഓപ്ഷനാണ് ഉണ്ടാവുക. അപ്പോൾ സബ്മിറ്റ് ചെയ്ത് നിങ്ങൾക്ക് അടുത്തത് ഓപ്ഷൻ നൽകാനുള്ള പേജിലേക്ക് വരുന്നതാണ്. അപ്പോൾ ആ ഒരു പേജിൽ വിദ്യാർത്ഥികൾക്ക് ഏതൊക്കെ സ്കൂളുകളിൽ ഏതൊക്കെ കോഴ്സുകൾ ഓപ്ഷൻസ് ആയിട്ട് വേണം ആ ഒരു ഓപ്ഷൻസ് ഒക്കെ കൃത്യമായിട്ട് നൽകുകയും അതിനുശേഷം ആഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ആഡ് ചെയ്യുകയും ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് അത് താഴെ ലിസ്റ്റഡ് ആയിട്ട് വന്നിട്ടുണ്ടാവും. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് എത്ര ഓപ്ഷൻ വേണമെങ്കിലും ആഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ വേക്കൻസി നോക്കിയിട്ട് വേണം വിദ്യാർത്ഥികൾ ഓപ്ഷൻസ് കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് വേക്കൻസി ഇല്ലാത്ത സ്കൂളിൽ ഓപ്ഷൻ വെച്ചതുകൊണ്ട് അലോട്ട്മെൻറ്റ് കിട്ടണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അതൊക്കെ കൃത്യമായിട്ട് നോക്കുക. അതിനുശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് താല്പര്യമുള്ള ആ ഒരു സ്കൂളും കോഴ്സുകളൊക്കെ വെച്ച ശേഷം പിന്നീട് അവസാനം നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിവ്യൂ പേജസ് അത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രിവ്യൂ പേജിലേക്ക് എത്തും. പ്രിവ്യൂ പേജിൽ നിങ്ങൾ അതുവരെ നൽകിയിട്ടുള്ള എല്ലാവിധ ഡീറ്റെയിൽസും ഉണ്ടാവും. അതൊക്കെ കൃത്യമായിട്ട് പരിശോധിച്ച് യാതൊരുവിധ തെറ്റുകളും ഇല്ല എന്ന് ഉറപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ ഇനി ഓപ്ഷൻസ് ആഡ് ചെയ്യേണ്ടതും ഇല്ല എന്നാണെങ്കിൽ, അതുപോലെ ആപ്ലിക്കേഷൻ യാതൊരുവിധ തെറ്റും ഇല്ലെങ്കിൽ ഡിക്ലറേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൺഫേം ചെയ്യാവുന്നതാണ്. കൺഫേം ചെയ്താൽ യാതൊരു കാരണവശാലും എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതല്ല. ഇനി ഇതുവരെ അപേക്ഷ സമർപ്പിക്കാതിരുന്ന വിദ്യാർത്ഥികളും അതുപോലെ തന്നെ ഈ മറ്റൊരു ജില്ലയിലേക്ക് കൂടി അപേക്ഷിക്കണം എന്നുള്ള വിദ്യാർത്ഥികളും ചെയ്യേണ്ടത്, ഇവിടെ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് സ്കൂൾ വൈസ് വേക്കൻസീസിൽ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഏത് ജില്ലയിലേക്കാണോ അപേക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ജില്ല സെലക്ട് ചെയ്യുക. അപ്പോൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ജസ്റ്റ് അതായത് ബാക്ക് ബട്ടൺ അതായത് പോകാതിരിക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. അതായത് ആ ഒരു ജില്ല സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഓട്ടോമാറ്റിക്കലി ആ ഒരു വേക്കൻസി അവിടെ വരുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ഓരോ ജില്ലയിലും വേക്കൻസി കൃത്യമായിട്ട് നോക്കുക. അതുപോലെ ഇവിടെ നോക്കേണ്ടത് നിങ്ങൾ ജനറൽ കാറ്റഗറിയിലെയും അതുപോലെ തന്നെ നിങ്ങളുടെ കാറ്റഗറിയിലും വേക്കൻസി ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ സ്കൂളുകളിലേക്കാണ് അപേക്ഷിക്കാൻ പറ്റുക, അവിടെ നിങ്ങളുടെ കാറ്റഗറിയിൽ വേക്കൻസി ഉണ്ടോ, അതുപോലെ ജനറൽ സീറ്റിൽ വേക്കൻസി ഉണ്ടോ എന്ന് നോക്കുക. ജനറൽ സീറ്റിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അപേക്ഷിക്കാം. അതുപോലെ നിങ്ങളുടെ കാറ്റഗറി ഏതാണോ അതിലും നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇതനുസരിച്ച് നിങ്ങൾ ആദ്യം തന്നെ ഏതൊക്കെ സ്കൂളുകളിൽ അപേക്ഷിക്കണം, അതുപോലെ ഏതൊക്കെ കോഴ്സുകളിലാണ് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുക, ഇതിൻ്റെയൊക്കെ ഒരു ലിസ്റ്റ് തയ്യാറാക്കി വയ്ക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ എസ്ഡബ്ല്യുഎസ് എന്നുള്ള ലിങ്ക് കാണാൻ പറ്റും. അതിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഏത് ജില്ലയിലേക്കാണോ അപേക്ഷിക്കുന്നത് ആ ഒരു ജില്ല നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഇവിടെ ഈ ഒരു സ്കീം SSLC സ്കീം ചോദിക്കുന്നുണ്ട്. ഈ വർഷം SSLC പാസ്സായവരാണെങ്കിൽ SSLC 2024-25 ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ CBSE, ICSE, അതർ അതുപോലെയുള്ള THSLC ഇതുപോലുള്ള ആണെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ നിങ്ങളുടെ ആ ഒരു രജിസ്റ്റർ നമ്പർ, SSLC രജിസ്റ്റർ നമ്പർ, നിങ്ങളുടെ പേര് 2 പ്രാവശ്യം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതായത് രജിസ്റ്റർ നമ്പർ കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ പേര് അവിടെ വരുന്നതാണ്. അത് കൺഫേം കാൻഡിഡേറ്റ് നെയിം എന്നുള്ള ക്ലിക്ക്, അതായത് അവിടെ നിങ്ങൾ കൃത്യമായിട്ട് പേര് കൊടുത്താൽ മതി. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി മാച്ച് ചെയ്ത് കറക്റ്റ് അല്ല എങ്കിൽ അത് അവിടെ എററായിട്ട് കാണിക്കുന്നു. അത് കറക്റ്റായിട്ട് നിങ്ങൾ കൊടുത്താൽ മതി. അതുപോലെ തന്നെ പിന്നീട് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ തന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പർ എന്നിവ കറക്റ്റായിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ സ്വന്തമായിട്ടാണ് ആപ്ലിക്കേഷൻ കൊടുക്കുന്നതെങ്കിൽ സെൽഫ് സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ അതിനുശേഷം അവിടെ കാണുന്ന ആ ഒരു കുറച്ച് അക്കങ്ങൾ കാണാൻ പറ്റും. അത് കൃത്യമായിട്ട് കൊടുക്കുക. സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പിന്നീട് അടുത്ത പേജിൽ സെൻഡ് OTP ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആ സെൻഡ് OTP ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലേക്ക് ഒരു OTP വരും. അത് നൽകുക. സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അടുത്ത പേജിൽ നിങ്ങൾക്ക് പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കാനുള്ള പേജാണ്. അവിടെ നിങ്ങളുടെ പുതിയ പാസ്വേഡ് 8 ക്യാരക്ടേഴ്സുള്ള പുതിയ പാസ്വേഡ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് അപ്ഡേറ്റ് ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പാസ്വേഡ് കൃത്യമായിട്ട് ഒരു പേപ്പറിൽ എഴുതി വെക്കേണ്ടതാണ്. അതിനുശേഷം പിന്നീട് നിങ്ങൾക്ക് നിങ്ങളുടെ യുവർ ആപ്ലിക്കേഷൻ ഈസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു ആപ്ലിക്കേഷൻ നമ്പർ ഒരു പേപ്പറിൽ കൃത്യമായിട്ട് എഴുതി വെക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്.
മാത്രമാണ് ഈ ഒരു ഹോം പേജിൽ വരിക. അതിനുശേഷം ക്യാൻഡിൽ ലോഗിൻ SWS എന്ന ലിങ്ക് കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ പുതുതായിട്ട് കിട്ടിയ ആ ഒരു ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ജില്ലയും കൊടുക്കുക, ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്താൽ നിങ്ങൾക്ക് സെൻഡ് OTP ഓപ്ഷൻ ചോദിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സെൻഡ് OTP ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ ഫോണിലേക്ക് വരുന്ന OTP നൽകുക, സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ പേജിലേക്ക് പോകുന്നതാണ്. പ്രൊഫൈൽ പേജിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് അപ്ലൈ ഓൺലൈൻ എന്നുള്ള ലിങ്ക് കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം പിന്നീട് വരുന്ന പേജിൽ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, അഡ്രസ്സ്, കാറ്റഗറി, കാസ്റ്റ്, റിലീജിയൻ, അതുപോലെ പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്, അതുപോലെ തന്നെ ഈ ഒരു താലൂക്ക്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ ഇതൊക്കെ കറക്റ്റായിട്ട് കൊടുക്കുക. EWS സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രം എസ് കൊടുക്കുക, ഇല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവിടെ നോ എന്നായിരിക്കും ഉണ്ടാവുക. അങ്ങനെയെങ്കിൽ അത് നോ തന്നെ ആയിട്ട് വെക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ബാക്കിയുള്ള നിങ്ങളുടെ മാർക്ക് ഡീറ്റെയിൽസ് അത് സബ്മിറ്റ് ചെയ്യുക. അതിനുശേഷം പിന്നീട് മാർക്ക് ഡീറ്റെയിൽസ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കുക. അതായത് ഓട്ടോമാറ്റിക്കലി മാർക്ക് ഡീറ്റെയിൽസ് അവിടെ വന്നിട്ടുണ്ടാവും, വന്നിട്ടില്ലെങ്കിൽ അത് കറക്റ്റായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിനുശേഷം ആ ഒരു ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റ് ആണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം സബ്മിറ്റ് ചെയ്യുക. പിന്നീട് വരുന്ന പേജിൽ നിങ്ങൾക്ക് ഓപ്ഷൻ നൽകാനുള്ള ഭാഗമായിരിക്കും. അവിടെ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ നൽകുക. നിങ്ങൾക്ക് ഏത് സ്കൂളിൽ ഏത് കോഴ്സിലേക്കാണ് ഈ ഒരു സപ്ലിമെൻ്ററി ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് വേണ്ട ഓപ്ഷനുകൾ അതായത് കോഴ്സുകളും സ്കൂളുകളും കൃത്യമായിട്ട് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് അതായത് ഓപ്ഷൻസ് കൊടുക്കുക എന്ന് പറയുമ്പോൾ അവിടെ ഈ ഒരു രീതിയിലാണ് ഉണ്ടാവുക. അതായത് ലാസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഓട്ടോമാറ്റിക്കലി ഇവിടെ ഉണ്ടാവും. അതുപോലെ തന്നെ അതിനുശേഷം നിങ്ങൾക്ക് ഏത് സ്കൂളാണ് വേണ്ടത് സ്കൂളിൻ്റെ കോഡ് കൊടുക്കുക. അതിനുശേഷം ആ സ്കൂൾ കോഡ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവിടുത്തെ കോഴ്സ് ഡീറ്റെയിൽസ് ഇവിടെ വരും, അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഓപ്ഷനെ ഏതെങ്കിലും അതായത് നിങ്ങൾ ഓപ്ഷൻ ഓൾറെഡി നൽകിയിട്ടുള്ള ഓപ്ഷനുകളുടെ ഇടയിൽ ഏതെങ്കിലും ഓപ്ഷനെ ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഏത് ഓപ്ഷനാണോ സെലക്ട് അതായത് ഓപ്ഷൻ്റെ സ്ഥാനം സെലക്ട് ചെയ്ത് ഇവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് വേണ്ട ഓപ്ഷനുകളൊക്കെ നൽകി കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി താഴെ അതായത് ലിസ്റ്റഡ് ആയിട്ട് സീരിയൽ നമ്പർ, അതുപോലെ തന്നെ സ്കൂൾ, അതുപോലെ തന്നെ കോഴ്സ് കോമ്പിനേഷൻ എന്നിവയും അതുപോലെ തന്നെ ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് അതായത് ഈ ഒരു എഡിറ്റ് ഓപ്ഷനും അതുപോലെ തന്നെ ഡിലീറ്റ് ഓപ്ഷനും കാണാൻ സാധിക്കും. ഏതെങ്കിലും ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് പുതിയ ഓപ്ഷൻ ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ നൽകിയിട്ടുള്ള ആ ഒരു സ്കൂൾ കോഴ്സ് എന്നിവ ഓട്ടോമാറ്റിക്കലി അവിടെ വന്നിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വേണ്ട ഓപ്ഷൻസ് ഒക്കെയാണ്. ഏതെങ്കിലും ഓപ്ഷൻ പുതുതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ പുതുതായിട്ട് വീണ്ടും ആ ഒരു മുകളിൽ ഓപ്ഷൻ കൊടുക്കാനുള്ള ഭാഗത്ത് കൃത്യമായിട്ട് ഏത് സ്കൂൾ വേണം ഏത് കോഴ്സ് വേണം എന്നുള്ളത് കൃത്യമായിട്ട് സെലക്ട് ചെയ്ത് കൊടുത്ത് ആഡ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്ത ശേഷം അവസാനം ഓപ്ഷൻസ് മുഴുവനായിട്ട് വേണ്ട എല്ലാവിധ സ്കൂളിലേക്കും കോഴ്സിലേക്കും കൊടുത്തു എന്ന് കൺഫേം ആയ ശേഷം പിന്നീട് സേവ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക, സേവ് ചെയ്യുക. അതിനുശേഷം പിന്നീട് അടുത്ത പേജിൽ നിങ്ങളോട് സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ് അത് ബോണസ് പോയിന്റോ ടൈ ബ്രേക്കോ അങ്ങനെ എന്തെങ്കിലും സർട്ടിഫിക്കറ്റിൻ്റെ ഇതുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് സെലക്ട് ചെയ്ത് സർട്ടിഫിക്കറ്റിൻ്റെ നമ്പറും സർട്ടിഫിക്കറ്റ് ഇഷ്യൂ അതോറിറ്റി ഇതുപോലുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കൊടുക്കുക. കൊടുത്ത ശേഷം പിന്നീട് അത് സേവ് ചെയ്യുക. ഒന്നിലധികം സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്ത ശേഷം പിന്നീട് അവസാനം നിങ്ങൾ സബ്മിറ്റ് ഓളിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് പ്രിവ്യൂ പേജിലേക്ക് വരുന്നതാണ്. അപ്പോൾ പ്രിവ്യൂ പേജിൽ നിങ്ങളുടെ എല്ലാവിധ ഡീറ്റെയിൽസും ഉണ്ടാവും. അപ്പോൾ ഏതൊക്കെ ഡീറ്റെയിൽസ് ആണോ അത് കൃത്യമായിട്ട് നിങ്ങൾ അത് വായിച്ച് നോക്കുക. എന്തെങ്കിലും വിവരങ്ങൾ കാറ്റഗറി, കാസ്റ്റ്, റിലീജിയൻ, അതുപോലെ പേര്, അതുപോലെ അഡ്രസ്സ് അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ തെറ്റിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇമെയിൽ ID അങ്ങനെ എന്തെങ്കിലും തെറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓപ്ഷൻ്റെ അതായത് ഓരോ ഡീറ്റെയിൽസിൻ്റെ നേരെയും എഡിറ്റ് ബട്ടൺ കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് അതായത് എഡിറ്റ് ആപ്ലിക്കേഷൻ, എഡിറ്റ് ഓപ്ഷൻസ്, എഡിറ്റ് കാൻഡിഡേറ്റ് ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ എഡിറ്റ് സർട്ടിഫിക്കറ്റ്സ് ഇതുപോലെ ഓരോ കാര്യത്തിന് നേരെയും എഡിറ്റ് ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു വിവരങ്ങൾ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ആ ഒരു വിവരങ്ങളൊക്കെ എഡിറ്റ് ചെയ്ത ശേഷം നിങ്ങൾക്ക് എല്ലാം ഓക്കെ ആണെങ്കിൽ അത് സബ്മിറ്റ് ചെയ്ത ശേഷം പിന്നീട് പ്രിവ്യൂ പേജിൽ വീണ്ടും എത്തുന്നതാണ്. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് അവസാനം ചെക്ക് ബോക്സ് ഉണ്ടാവും ആ ഒരു പ്രിവ്യൂ പേജിൽ. അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും ഓക്കെ ആണ്, ഇനി പുതുതായിട്ട് ഓപ്ഷൻസ് ഒന്നും കൊടുക്കേണ്ടതില്ല എന്നാണെങ്കിൽ നിങ്ങൾ ആ ഒരു ചെക്ക് ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം പിന്നീട് കൺഫർമേഷൻ ബട്ടൺ ആക്റ്റീവ് ആവും. അപ്പോൾ കൺഫർമേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കൺഫർമേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഇത്ര മാത്രമാണ്. നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫൈനലായിട്ട് സബ്മിറ്റഡ് ആയി. പിന്നീട് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനൊന്നും ഉണ്ടാവില്ല. പിന്നീട് നിങ്ങൾക്ക് കൺഫർമേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഈ ഒരു രീതിയിൽ മറ്റൊരു പേജിലേക്ക് പോകുന്നതാണ്. ഇവിടെയായിട്ട് നിങ്ങൾക്ക് ഒരു PDF സിമ്പിൾ കാണാൻ പറ്റും. ക്ലിക്ക് ടു ഡൗൺലോഡ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ പ്രിന്റ് ആപ്ലിക്കേഷൻ എന്നുള്ള ഒരു ലിങ്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾ പിന്നീട് ഹോം പേജിൽ എത്തിയ ശേഷം നിങ്ങൾക്ക് അവിടെ പ്രിന്റ് ആപ്ലിക്കേഷൻ എന്നുള്ള ഒരു ലിങ്കാണ് കാണാൻ പറ്റുക. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ കൺഫേംഡ് ആയി എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് ലോഗ് ഔട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.